ഫ്യൂച്ചർ സമ്മിറ്റ് കഴിഞ്ഞ തവണ ഭംഗിയായി നടന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, എന്തിനാണ് സമ്മിറ്റ് നടത്തുന്നത്? ജെയിൻ യൂണിവേഴ്സിറ്റി കേരളത്തിൽ എൻ്റർ ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ഒരു ഇവിടെ ഒരു യൂണിവേഴ്സിറ്റിയുടെ സ്പേസ് ഉണ്ട്. കാരണം കേരളത്തിൽ കുറേ യൂണിവേഴ്സിറ്റികളുണ്ട്, കുറേ കോളേജുകളുണ്ട്. ഇനി ഒരു പുതിയൊരു പ്ലെയറിന് ഇവിടെ സ്പേസ് ഉണ്ടോ എന്ന് വലിയൊരു ചോദ്യമായിരുന്നു. അപ്പോൾ നമ്മളതൊരു ക്യാമ്പയിൻ കോൾ എന്ന് പറഞ്ഞാൽ ബി ദ ചേഞ്ച് ബി ദ ഫ്യൂച്ചർ. വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഞങ്ങൾക്ക് നൽകാനുണ്ട്. അതൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണെന്ന് ഞങ്ങൾ കൺവേ ചെയ്യാനും നമുക്ക് നല്ലൊരു ഫസ്റ്റ് ഇൻടേക്ക് നമ്മളത് റിക്രൂട്ട് ചെയ്തത്. നമ്മുടെ ഫെസ്റ്റിവലിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഫ്യൂച്ചർ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അതൊരു ഒരു വി ആർ ബ്രിങ്ങിങ് ലോട്ട് ഓഫ് എലമെന്റ്സ്. ജസ്റ്റ് ഒരു ഉത്സവവും അല്ലെങ്കിൽ ഒരു ആഘോഷമല്ല, അതിനപ്പുറം നമ്മുടെ ചിന്തകൾ ഇവിടെ കൊണ്ടുവരുന്നു, അതിന് നമ്മളൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുന്നു. ആളുകൾ ഇതെനിക്ക് വേണ്ടി അല്ല, നമുക്ക് പല ഈവെന്റുകളും കാണുമ്പോൾ ആളുകൾക്കുള്ള ഫീലിംഗ് ഉണ്ട്, ഇത് എനിക്ക് വേണ്ടിയുള്ളതല്ല, അത് ഭയങ്കരമായിട്ട് ചിന്തിക്കുന്ന ആളുകൾക്കുള്ളതാണ്, അല്ലെങ്കിൽ അല്ലെങ്കിൽ പ്രൊഫസേഴ്സിനുള്ളതാണ്. അങ്ങനെ ഒരു സാധാരണക്കാരനും ഇത് എൻ്റേതാണെന്നൊരു ഫീലിംഗ് ഉണ്ടാവണം. അല്ലെങ്കിൽ ഏതൊരു ആൾക്കും ഈ ഫെസ്റ്റിവൽ ഇന്റലക്ച്വൽ ബാഗേജ് അവിടെ നിന്ന് മാറണം. ഇന്റലക്ച്വൽ ബാഗേജ് മാറിയാൽ മാത്രമേ നമ്മൾ ഇൻക്ലൂസിവിറ്റി നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. എല്ലാവർക്കും വേണ്ടിയതുള്ളതാണെന്നുള്ളത് നമ്മളതിൻ്റെ ഒരു ഇൻവിറ്റേഷൻ കോൾ ഉണ്ട്, വരൂ കാണൂ കേൾക്കൂ. വളരെ വെൽക്കമിങ് ആയിട്ടുള്ള ഒരു ഇൻവിറ്റേഷൻ കോളാണ് നമ്മൾ കൊടുക്കുന്നത്. എല്ലാവർക്കും വരാനും കാണാനും കേൾക്കാനും വേണ്ടി ഒരു ഫെസ്റ്റിവലാണ് ഉള്ള കോൾ. അപ്പം ഫ്യൂച്ചർ ഒന്നിനേക്കാളും സെക്കൻഡ് എഡിഷൻ കുറെ കൂടി ഗ്രാൻഡ് ആയിരിക്കും. ഉറപ്പായിട്ടും.